ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ അല്ല, ഇന്ന് രാവിലെയാണ് ഞാനത് പോസ്റ്റ് ചെയ്തത് പുലർച്ചെ. അപ്പോൾ അതൊരു നല്ലൊരു വീഡിയോ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിൽ കുറേ നെഗറ്റീവ് കമൻറ്റും വന്നു, കുറേ പോസിറ്റീവ് കമൻറ്റും വന്നു. നെഗറ്റീവ് കമൻറ്റ് കുറച്ചുള്ളൂ കേട്ടോ, ഒരു 2-3 ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് മസ്റൂറ ഫാത്തിമാനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ചിലർ ചോദിച്ചത് എനിക്ക് മെയിൽ അയച്ചിട്ട് ചോദിച്ചവരുണ്ട്, പിന്നെ കമൻ്റായിട്ട് ചോദിച്ചവരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റാത്ത കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം അത് എനിക്ക് കാണുന്തോറും അസ്വസ്ഥതകൾ കൂടി നമ്മളെ തളർത്താൻ നോക്കുമ്പോൾ പെട്ടെന്ന് തളരുന്ന ആളാണ് ഞാൻ കേട്ടോ. അതുകൊണ്ടാണേ. അപ്പോൾ അന്ന് സംബന്ധിച്ച ഒന്ന് രണ്ട് പേര് വെച്ചത് അവരെക്കാട്ടിലും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്ക് യൂട്യൂബ് ചാനലില്ല. അതുപോലെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിലും അവരും അറിയായിരുന്നു. അപ്പോൾ അവരെക്കാളും കഷ്ടപ്പെടുന്ന, ഇപ്പോൾ ഈ മസ്റൂറ ഫാത്തിമ എന്ന് പറഞ്ഞ നെജില, അവരെക്കാളും കഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവരെ സഹായിക്കാന്നല്ലാതെ ഇവർക്ക് എന്തിനും ക്യാഷ് അയച്ചു കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഒരു സഹോദരിയാണോ സഹോദരനാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറയുകയാണ്, അവർക്ക് തോന്നിയതായിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക. അവർക്കൊന്നും ദേഷ്യമൊന്നും ഉണ്ടായിട്ടാവില്ല. എങ്കിലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അവരോട് പറയുകയാണ് കേട്ടോ. നമ്മുടെ ചുറ്റും, നമ്മുടെ വീടിൻ്റെ ചുറ്റും തന്നെ ഒരുപാട് ആളുകൾ, നമ്മളടക്കം കഷ്ടപ്പെടുന്നവരാണ്. എല്ലാവരും കഷ്ടപ്പെടുന്നു. എല്ലാവരും കോടീശ്വരന്മാരൊന്നും അല്ല. പക്ഷേ നമ്മളെ കൊണ്ട് ഇപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്ത് ഒരാൾ കൈ നീട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ 5 രൂപ 10 രൂപ 20 രൂപ നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന, നമ്മുടെ കണ്ണുമുന്നിൽ ആരെയാണ് നമ്മൾ കാണുന്നത് വെച്ചാൽ നല്ല മനസ്സിന് ഉടമകൾ അവരെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യും അല്ലേ. പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ടെടുത്ത ഡ്രസ്സ്, നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സായിരിക്കും. എന്നാലും പോലും നമ്മൾ ഒരാൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കും. അത് സത്യം പറഞ്ഞാൽ യൂട്യൂബ്, ഒരു മൊബൈൽ ഫോൺ ഇല്ലാത്ത ആളുകളിപ്പോൾ വളരെ ചുരുക്കമാണ്. അപ്പം നമ്മൾ കാണുന്നത് പല പൈസ ഉള്ള ഒരുപാട് സാമ്പത്തികമുള്ള ആളുകളുടെ റീൽസ്, വ്ളോഗ്, അവരുടെ ഓരോ വീഡിയോസ്, അവരുടെ പൊങ്ങച്ച കഥകളൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അവർക്ക് സാമ്പത്തിക ഉള്ള ആളുകളായിരിക്കും. അവർക്ക് നമ്മൾ പോലുള്ള ഒരു വ്യൂസ് കയറിയാൽ അവർക്ക് ക്യാഷ് കിട്ടുന്നുണ്ടാവും. കിട്ടിക്കോട്ടെ, അത് കുഴപ്പമില്ല, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ അതുപോലെ ഈ പാവപ്പെട്ടവർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരൊരു വ്യൂസ്, നമ്മൾ കാരണം ഒരു വ്യൂസ് കയറി കഴിഞ്ഞാൽ അവർക്കൊരു രൂപ ഇന്ന് കിട്ടണമെങ്കിൽ ആ എത്തിയ മക്കൾ അതുകൊണ്ടൊരു കഞ്ഞി കുടിക്കണമെങ്കിൽ അത് നല്ല കാര്യമല്ലേ. ഇപ്പോൾ പലരും ചോദിച്ച്, പിന്നെ എന്നോട് വേറെ സംഭവം ചോദിച്ചു, നീ എന്തിനാ അവർക്ക് വ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നത്? സ്വന്തം കാര്യം നോക്ക്, ആദ്യം സ്വന്തം കാര്യം നോക്ക്. നിനക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല, വ്യൂസ് ആയിട്ടില്ല. അവർക്ക് 10-30,000 അടുത്ത് വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്, ഒരു ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്. അപ്പോൾ നീ എന്തിന് മസ്റൂറാക്ക് വ്യൂസിനുണ്ടാക്കി കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. അവർക്ക് ആയിക്കോളും, നീ നിൻ്റെ കാര്യം നോക്ക്, നീയും ഒരുപാട് കഷ്ടപ്പെട്ട് കഴിയണതല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കഴിയുന്നുണ്ട്, അത് ഓക്കെ, അത് പടച്ചോൻ ഇങ്ങനെ റീച്ച് ആക്കണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ റീച്ച് ആവുമായിരിക്കും. ചിലപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ കാരണം മസ്റൂറാക്ക് കുറേ ആളുകൾ പറഞ്ഞു, ഞാൻ ആ വീഡിയോ കണ്ടു, ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു, വീഡിയോസ് കണ്ടു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കാരണമല്ലേ കയറിയത്. അതൊരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ. എന്തായാലും നമ്മളെ ടൈം പാസ്, നമ്മൾ ടൈം കളയുന്നത് യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടൊക്കെ തന്നെയാണ് അല്ലേ. എല്ലാവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന സ്ത്രീകളും എല്ലാവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യണവരൊന്നല്ല. കൂടുതൽ ആളുകളും, എനിക്ക് തോന്നുന്നത് 99% ആളുകളും യൂട്യൂബ് തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിൽ വരുന്ന ഒരുപാട് പണച്ചാക്കുകളുടെ വീഡിയോസ് കണ്ട് അവർക്ക് കോടികളുടെ മേലെ കോടികൾ ഉണ്ടാക്കി കൊടുത്തോ കുഴപ്പമില്ല. പക്ഷേ ഇപ്പുറത്ത് പാവപ്പെട്ടവർ ഒരു വ്യൂസെങ്കിലും കയറിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 4000 മണിക്കൂർ തികക്കായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരെ വീഡിയോ നിങ്ങൾ കാണണ്ട, പക്ഷേ നിങ്ങളെ ഫോണ് അവിടെ നിന്ന് ഓണാക്കി വെച്ചിട്ട് നിങ്ങളെ പണികൾ ചെയ്തോ. അപ്പോൾ അവർക്കൊരു വ്യൂസ് കയറണമെങ്കിൽ കയറട്ടെ, അവർക്കൊരു സബ്സ്ക്രൈബേഴ്സ് കയറണമെങ്കിൽ കയറട്ടെ. അപ്പോൾ ആ ഒരു ഉപകാരം ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചത്. അല്ലാതെ ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ എൻ്റെ കാര്യം എന്നോട് പറഞ്ഞത്, നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ, പിന്നെ നിനക്ക് വ്യൂസ് ആയിട്ടില്ലല്ലോ, നിനക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കറക്റ്റ് ആയിട്ടില്ലല്ലോ, അതാക്കാൻ നോക്കുക ആദ്യം, നീ എന്നിട്ട് മറ്റുള്ളവർക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഓക്കെ, അതെൻ്റെത് വഴി ആവുകയാണെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ആ മക്കളുടെ കാര്യം കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവരെന്നെ പറഞ്ഞു, പിന്നെ ഇതിപ്പോൾ നീ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് അതിനുള്ള നന്ദി ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടോ. ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ വേണ്ട. അവരിപ്പോൾ നന്ദി പറഞ്ഞിട്ട് നമ്മളെ മുന്നിൽ വന്ന് കൈ കൂപ്പണം ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ലല്ലേ നമ്മളത്. ഒരുപാട് ആളുകൾ നമ്മൾ ചെയ്തുട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ കേട്ടപ്പോൾ തന്നെ മനസ്സിന് ഒരു സമാധാനം, ഒരു സുഖം. മനസ്സിലായോ? എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. എനിക്ക് ഉപകാരം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ മസ്റൂറ ഫാത്തിമ എന്നുള്ളത് അവർക്ക് അതിനുള്ള നന്ദിയൊന്നും ഉണ്ടാവില്ല. നീ കാരണം 1000 ആൾ കയറിയെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവളിരുന്ന് നീൻ്റെ നല്ല വാക്കൊന്നും കേൾക്കില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ അതെനിക്ക് വിഷയമല്ല. പിന്നെ നിർബന്ധമൊന്നുമില്ല. അവരിപ്പോൾ നന്ദി താങ്ക് യു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതിലും വലിയ തിരക്കിലുള്ള ആളെ. പിന്നെ എന്താണ് മസ്റൂറ ഫാത്തിമ എന്ന് പറഞ്ഞാൽ, നെജില എന്ന് പറഞ്ഞ ആ സ്ത്രീ ഒരുപാട് കാലം മുന്നേ ചെയ്ത യൂട്യൂബ് ചാനലാണ്. ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് 1 മാസം 1.5 മാസമൊക്കെ ആവണുള്ളൂ.
അപ്പോൾ എനിക്ക് അതിനുള്ള റീച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ. ഒറ്റയടിക്കട് ഹൈ ലെവലിൽ കയറാനുള്ള അത്ര വലിയ സംഭവമൊന്നുമല്ല ഞാൻ. അപ്പോൾ അങ്ങനെ കയറണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അങ്ങനെ കയറാൻ മാത്രമുള്ള കണ്ടൻറ്റ് ഇടാൻ മാർഗ്ഗം വേണ്ടേ. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നമ്മളെ മുറ്റവും പാടവും കൃഷിയൊക്കെ തന്നെ ഇടാം. അതന്നെ ചിലപ്പോൾ ഈ കുട്ടികളുടെ ഇടയിൽ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുണ്ട്. ഇത് പിന്നെ നമ്മൾ മസ്റൂറ ഫാത്തിമാക്ക് നമ്മളിങ്ങനെ ഒരു വ്യൂസിന് ഇതിനെ കുറച്ചൊരു വീഡിയോസ് ചെയ്ത് പറയുമ്പോൾ നമുക്കതിൽ ചിലപ്പോൾ സബ്സ്ക്രൈബ്സും കുറച്ച് വ്യൂസിന് നമുക്ക് കിട്ടും. അത് തന്നെ ലാഭം. അല്ലാതെ മസ്റൂറ ഫാത്തിമാൻ്റെ ടീം നമ്മളോട് നന്ദി എന്ന് പറയാൻ അങ്ങനെയാണെങ്കിൽ എത്രയും ആളുകൾ ഇവർക്ക് നന്ദി പറയാനേ നേരം ഉണ്ടാവും. കാരണം മസ്റൂറ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫുള്ള് ഈ നജില എന്ന് പറഞ്ഞ സ്ത്രീ താങ്ക് യു എന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റുമോ? അതിനുള്ള ടൈം ഉണ്ടാവുമോ? ഞാൻ അത്രയൊക്കെ ഇതാക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങൾ നമുക്ക് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരാൾ വന്നാൽ ഒരു 5 രൂപ എടുത്ത് കൊടുക്കും, ഒരു 10 രൂപ എടുത്ത് കൊടുക്കും, ചിലപ്പോൾ 100 1000 കൊടുക്കും. പക്ഷേ നമുക്ക് ഈ യൂട്യൂബിൽ നമ്മളെ കൺവെട്ടത്ത് കാണുന്ന വ്യക്തികൾ, ഇപ്പോൾ ഒരാൾ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഈ മസ്റൂറ ഫാത്തിമ എന്നല്ല, ഇവരൊക്കെ യൂട്യൂബ് ചാനൽ നടത്തുന്നവരായതുകൊണ്ട് അവരെ അല്ലലും കഷ്ടപ്പാടൊക്കെ അവർ വിളിച്ച് പറയുകയാണ്. അവരെക്കാട്ടിലും കഷ്ടപ്പെട്ട് ഒരുപാട് വ്യക്തികൾ നമ്മളെ ചുറ്റും ഉണ്ട് എന്ന് പറഞ്ഞ ഒരാളെന്നോട്. അപ്പോൾ ഓക്കെ, അങ്ങനെ ഉണ്ട്, ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നവരുണ്ട്. അവരെല്ലാവരും തിരഞ്ഞു പിടിച്ച് പോയി നമുക്ക് കണ്ടുപിടിച്ച് സഹായിക്കാനൊന്നും നമ്മളെ കൊണ്ട് മാർഗ്ഗമല്ല. നമ്മളെ കണ്ണുമുന്നിൽ ആരാണോ വരുന്നത് അവരെ സഹായിക്കുക. ചിലപ്പോൾ നമ്മളെ മുന്നിൽ വരുന്ന ആൾക്ക് നമ്മൾക്ക് 10 രൂപ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് കൊടുക്കുക. മസ്റൂറ ഫാത്തിമാനെ നമ്മൾ യൂട്യൂബിൽ ഒരു പാവപ്പെട്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ മസ്റൂറ ഫാത്തിമാനെ നമ്മൾ കണ്ടു. അപ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ ഒരു 10 രൂപ കൊണ്ട് കൊടുക്കാൻ കഴിയണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ വ്യൂസ് അവരുടെ വീഡിയോ ഒന്ന് കാണുക, ഒരു വ്യൂസ് കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ആ സ്വിച്ചുമ്മലൊന്ന് തൊട്ടാവുന്ന ഒരു സഹായം അല്ലേ, സബ്സ്ക്രൈബ് എന്നുള്ള സാധനത്തൊന്ന് തൊട്ടാൽ മതി. ആ ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ നമ്മളെ ചുറ്റുവട്ടത്തിന് ഒരുപാട് പാവങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ആ പാവങ്ങളെ ഫുള്ള് നടന്ന് നമുക്ക് സഹായിക്കാൻ കഴിയില്ല. നമ്മുടെ മുന്നിൽ ആര് വരുന്നോ അവരെ സഹായിക്കുക. നമുക്ക് സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ നമുക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ് തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, പഠിപ്പ് കാര്യങ്ങളൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചെറുപ്പം മുതലേട്ടോ, ഇപ്പോഴെന്നല്ല. അങ്ങനെ ആഗ്രഹമുള്ള ഒരു വ്യക്തി. എന്നെക്കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ സാധിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാനത് ചെയ്യും ഉറപ്പായിട്ടും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെ മുന്നിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തിന്നണേന്ന് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ അടുത്തുള്ളത് വെച്ചാൽ അതിൽ നിന്നൊരു പിടി കൊടുക്കാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മുടെ മുന്നിക്കാരാ വരുന്ന വെച്ചാൽ ഓല വെറും കൈയോടെ വിടാറുമില്ല. അതുപോലെ തന്നെയാണ് മസ്റൂറ ഫാത്തിമ എന്ന് പറഞ്ഞ ആ ഒരു ചാനൽ വന്നത്. ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഒരുപാട് കഷ്ടപ്പാടുള്ളവരുണ്ട്. പക്ഷേ എൻ്റെ കണ്ണിൽ, എൻ്റെ ദൃഷ്ടിയിൽ പതിഞ്ഞ വ്യക്തി ഈ മസ്റൂറ ഫാത്തിമ. ആ കുട്ടിനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. ഞാൻ ഇന്നലെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പൈസ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് പൈസ 50 രൂപയാണെങ്കിൽ അത് ഞാൻ പ്രത്യേകം പറഞ്ഞത്, 50 രൂപയെ കഴിയുള്ളെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, 10 രൂപ കഴിയുകയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കാരണം 1 കിലോ അരി വാങ്ങാനുള്ള പൈസ ഇട്ട് കൊടുത്താൽ മതി, അതും അവർക്ക് ആശ്വാസം തന്നെയാണ്. അതുപോലെ തന്നെ വസ്ത്രമാണോ, ബെഡ്ഷീറ്റാണോ, അതുപോലെ പേനയും പെൻസിലും ആണോ, എന്താണോ പറ്റണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ സഹായിക്കുക. അതൊക്കെ ഒരുപാടായി എന്ന് അവർ വീഡിയോസ് ചെയ്യുന്നുണ്ട് മനസ്സിലാവണമെങ്കിൽ പണം ഇട്ട് കൊടുക്കുക. എങ്ങനെയാണ് അവരെ സഹായിക്കാൻ പറ്റുന്നത് വെച്ചാൽ അതുപോലെ സഹായിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു ആദ്യം സ്വന്തമായിട്ട് വ്യൂസും സബ്സ്ക്രൈബ്സൊക്കെ ഉണ്ടാക്കി അവനാ രക്ഷപ്പെടാൻ നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ രക്ഷപ്പെടണം, ഒരുപാട് കഷ്ടപ്പാട് ദുരിതമൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാനും എന്ന് വെച്ചിട്ട് നമ്മൾ രക്ഷപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാളെങ്കിലും, നമ്മൾ ഏറ്റവും പാതാളത്തിൽ, ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും പാതാളത്തിൻ്റെ അടിയിലാണ്. അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ പൊക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെയും ഞാൻ പൊക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരാൻ പറ്റുകയാണെങ്കിൽ അവർ പൊങ്ങട്ടെ, അവർ രക്ഷപ്പെടുകയാണെങ്കിൽ ചെയ്യട്ടെ. ഞാൻ ഇവരൊരു പാവപ്പെട്ടൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഞാനും ഒരുപാട് അനുഭവിച്ചതാണ്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതിൽ ഒരുപാട് ആൾ സബ്സ്ക്രൈബ് ചെയ്തു അവരുടെ വീഡിയോസ് കണ്ട് വ്യൂസിനെ കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതിൻ്റെ അത്ര ഇനി എനിക്കൊരു വ്യൂസ് കയറിയാലോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ്സ് കയറിയാലോ എനിക്ക് റീച്ച് കിട്ടിയാലോ ഒന്നും എനിക്ക് സന്തോഷം വരാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ആ ഒരു അനുഭൂതി അത് അനുഭവിച്ചറിയ തന്നെ വേണം. മനസ്സിലായി? എനിക്ക് അതിനൊരു അസൂയയില്ല, കുനിഷ്ടവുമില്ല. അപ്പോൾ പലരും പറയുന്നവർ ഇനിയെങ്കിലും ഇങ്ങനത്തെ കമൻസുകൾ അല്ലെങ്കിൽ മെയിൽ അയക്കാതിരിക്കുക. ഞാൻ അങ്ങനെ ഒരു ടൈപ്പ് അല്ല. എനിക്ക് അവർക്ക് വ്യൂസ് കൂടിയാലും സബ്സ്ക്രൈബ്സ് കൂടിയാലും എനിക്ക് സന്തോഷമുള്ളൂ. അവർക്ക് കൂടാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ആ വീഡിയോ ചെയ്തത്. പിന്നെ എനിക്ക് അവരെ പോലെ എനിക്കൂടെ കൂടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ അതിമോഹമല്ലേ. എല്ലാവരെയും പോലെ അവരെ പോലെ എനിക്കും വേണമെന്ന് പറയണത് അതിമോഹമല്ലേ. പിന്നെ ഈ മസ്റൂറ ഫാത്തിമ എന്ന് പറഞ്ഞത് മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആ സ്ത്രീനെ വെറുതെ കുറ്റം പറയേണ്ട കാര്യമില്ല. അവരങ്ങനെ ഇങ്ങനെ, കാരണം ആരായാലും അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? അത് എന്താണ്? സത്യം പറഞ്ഞാൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു പുഴുവിൻ്റെ ജീവിതം ആഗ്രഹിച്ചിട്ടുള്ളൂ, അതുപോലെ ഒരു ജീവിതം ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് വലിയ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ. ആ മക്കൾ, പൊന്നു മക്കൾ, കാരണം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പിന്നെ ആ പെണ്ണ് കഷ്ടപ്പെടുന്നത്, ആ റബ്ബർ ടാപ്പിങ് അതൊക്കെ മാറട്ടെ. അതിനൊന്നും പോകാതെ തന്നെ അവൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ വരുമാനം കിട്ടട്ടെ. അങ്ങനെ ആവണം എന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം ഞാനും ഒരു സ്ത്രീയാണ്.
നിങ്ങളിതിൽ കമൻറ്റ് വായിക്കുന്ന പലരും അല്ലെങ്കിൽ ഈ വീഡിയോസ് കാണുന്ന പലരും സ്ത്രീകളുണ്ടാവും. അവർക്ക് ഈ നജില എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ ഒരു അവസ്ഥ വന്നാലുള്ള ഒന്ന് ചിന്തിച്ചു നോക്ക്. ഉമ്മാൻ്റെ പെരക്കാരാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാർ ആരും സഹായിക്കാനില്ലാതെ 3 മക്കളെയും കൊണ്ട് ഞാനായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചാൽ നെഗറ്റീവ് കമൻറ്റ് ഒരു പെണ്ണും ഒരാണും ചെയ്യൂല. ആണുങ്ങളാണെങ്കിൽ സ്വന്തം ഭാര്യ അതല്ലെങ്കിൽ സ്വന്തം പെങ്ങളായിരുന്നു ആ പെൺകുട്ടിയെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നെഗറ്റീവ് കമൻറ്റ് വരില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് ഭയങ്കര നീരിറക്കും പ്രശ്നങ്ങളൊക്കെ വന്ന കാരണം കുരുവൊക്കെ കണ്ടില്ലേ, അപ്പോൾ ഇടക്കിടക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ആ കമൻറ്റ് കണ്ടപ്പോൾ 2-3 കമൻറ്റ് ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ മെയിലിലും വന്നു, എല്ലാം കൂടി അപ്പോൾ എനിക്ക് വിഷമമായി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അവർക്ക് എല്ലാവർക്കും കൂടിയുള്ള മറുപടി ഒരുമിച്ചൊരു വീഡിയോ ആണ് ചെയ്യാം. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യണത്. ആരോടും ദേഷ്യമില്ല, വെറുപ്പില്ല, എല്ലാവരോടും സന്തോഷമുള്ളൂ, സമാധാനമുള്ളൂ, എല്ലാവർക്കും ഹൈറും ബർക്കത്തൊക്കെ അല്ലാഹു നൽകട്ടെ. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റുകൾ ഇടണ്ട കേട്ടോ. അതുകൊണ്ട് എനിക്ക് വിഷമമാണ്. അപ്പോൾ ഞാൻ നെഗറ്റീവ് കമൻറ്റ് വെച്ചുകൊണ്ടിരിക്കില്ല. കാരണം ഒരാളൊരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടാൽ മതി, അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ നെഗറ്റീവുകൾ തന്നുകൊണ്ടിരിക്കും. കാരണം വെച്ചാൽ ഒട്ടും മനസാക്ഷി ഇല്ലാത്തവരെ അതിനൊക്കെ ചെയ്യുള്ളൂ. നമുക്ക് പിന്നെ പാവപ്പെട്ട ആളുകൾ എന്തെങ്കിലും ഇപ്പോൾ മസ്റൂറ ഫാത്തിമാനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും പാവപ്പെട്ട എത്രയോ ഫാത്തിമമാർ പാവപ്പെട്ട ഒരു കഷ്ടപ്പാടുകൾ പറഞ്ഞ് വീഡിയോസ് ഇടുമ്പോൾ അവർക്ക് ഹൈ ലെവലിൽ വീഡിയോസ് ഒന്നും ഇടാൻ കഴിയില്ല. അവർക്ക് പാടാൻ പറയുമ്പോൾ അവർ കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞിട്ടേ ഇരിക്കുക. അപ്പോൾ നമുക്കത് സ്റ്റാൻഡേർഡ് കുറവൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കാണണ്ട. അതിന് നിങ്ങൾ നെഗറ്റീവും പറയരുത്, പോസിറ്റീവും പറയണമെന്നില്ല. മനസ്സിലായോ? ഒന്നും പറയണ്ട. താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കി വിടുക. അല്ലാതെ നെഗറ്റീവ് അതിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അതിൽ നെഗറ്റീവ് കമൻറ്റിന് സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി ആണായാലും പെണ്ണായാലും ആ വ്യക്തിക്ക് അത് വലിയ വിഷമമായി പോകും. നമ്മൾ കാരണം ഒരാളെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിഷമിപ്പിക്കരുത്. അപ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ മാക്സിമം ഒഴിവാക്കുക. മസ്റൂറ ഫാത്തിമാനെ കുറഞ്ഞിട്ട് പല അഭിപ്രായങ്ങളും നെഗറ്റീവ് കമൻറ്റൊക്കെ പറയുന്നുണ്ട്. അവർക്കൊക്കെ എന്തിൻ്റെ കേടാണെന്ന് അവരെ സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട. സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അവരെ അപമാനിക്കാനും വേദനിപ്പിക്കാനും നിൽക്കരുത്. അത് താങ്ങാൻ കഴിയില്ല. കാരണം അല്ലെങ്കിലേ ഒരുപാട് പ്രശ്നം. ഇപ്പോൾ അവരും സന്തോഷിച്ച് വരികയാണ്. സ്വന്തം വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അപ്പോൾ ആ സന്തോഷം തല്ലി തകർക്കാൻ ആരും നോക്കരുത്. പാവാണ്, ജീവിച്ച് പോയിക്കോട്ടെ, എങ്ങനെയൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ. താല്പര്യമുള്ളവർ മാത്രം അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ വീഡിയോസ് കാണുക. ഇനി കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓണാക്കിയെങ്കിലും വെക്കുക, അവർക്കൊരു വ്യൂസ് കയറിക്കോട്ടെ, അത്രേ ഉള്ളൂ. നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടും അതുപോലെ അവരെക്കുറിച്ച് ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അവർക്ക് മോശപ്പെട്ട നെഗറ്റീവ് നിറച്ച് അവരെ മാനസികമായിട്ട് തകർത്തേണ്ട കാര്യമില്ല. എനിക്ക് ഒരുപാട് ബെനിഫിറ്റോ ഒന്നും നോക്കണില്ല. ഞാൻ പറഞ്ഞിട്ട് ഒരാൾ അവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം. കാരണം ഞാനൊരു സഹായം ചെയ്തിട്ട് എനിക്കിപ്പോൾ പൈസ അയച്ചു കൊടുക്കാൻ എന്നെക്കൂടെ മാർഗ്ഗമില്ല. ഞാൻ തകർന്ന അവസ്ഥയാണ്. ആ സ്ഥാനത്ത് എനിക്കൊരു 100 രൂപ കൊടുക്കാൻ എൻ്റെ അടുത്തില്ല. എൻ്റെ ചാനലിൽ നിന്നാണെങ്കിലും വരുമാനം കിട്ടാനുള്ള ചാനലൊന്നും ആയിട്ടില്ല. എൻ്റെ ചാനലൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഒക്കെ വെച്ച് എനിക്ക് തോന്നുന്നു പിന്നെ എന്നെക്കൊണ്ട് വരുന്നത് എന്നെപ്പോലുള്ളവരെ കൊണ്ട് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, നല്ല പോസിറ്റീവ് അവരെ സമാധാനിപ്പിക്കുന്ന കമൻറ്റുകൾ ഇട്ട് കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്ത് അതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന സമാധാനം. അല്ല ലക്ഷങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കണം എന്നല്ല. അവർ ഇപ്പോൾ ഒന്നും പൈസ അയക്കാനുമില്ല, വസ്ത്രം കൊടുക്കാനുമില്ല, അങ്ങനെയുള്ളവരുണ്ടാവും. പാവം അയ്യോ കഷ്ടാട്ടോ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് നല്ല പോസിറ്റീവ് കമൻറ്റ് ഇട്ട് കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. അതന്നെ അവർക്ക് ഒരു സഹായമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മളെക്കൊണ്ട് പറ്റുന്നൊരു സഹായം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണത്. മനസ്സിലായോ? അല്ലാതെ അവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞ് തളർത്താനോ ഒന്നും ശ്രമിക്കരുത്. അവരുടേതെന്നല്ല, എന്നെയൊക്കെ മനസ്സിലായോ? എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് എനിക്ക് താങ്ങാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഞാനത് കണ്ട് അപ്പോൾ ഡിലീറ്റ് ചെയ്യും കേട്ടോ. അത് വേറെ വിഷയം. ആരെയും നെഗറ്റീവ് കമൻറ്റ് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ഞാൻ എൻ്റെ വീട്ടിൽ വിരുന്ന് വന്നതാണ്. അപ്പോൾ 2-3 ദിവസം ഞാനിവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നാളെ ഒരു വീഡിയോ നല്ലത് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ ഒരു വീഡിയോ ഇടാം കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റിൽ പോസിറ്റീവ് കമൻറ്റുകൾ മാത്രം ചെയ്യണം ദയവ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ കമൻറ്റിന് റിപ്ലൈ ഒക്കെ തരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആരുടെയെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ നോക്കിയിട്ടൊക്കെ എല്ലാവർക്കും റിപ്ലൈ തരാം ഇൻഷാ അല്ലാഹ്. പിന്നെ എനിക്കെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ID എൻ്റെ ഇതിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അതിൽ മെയിൽ അയച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും സമാധാനവും ഉള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടയിൽ എഡിറ്റ് ചെയ്ത് കയറ്റുന്നതാണ് കേട്ടോ. എന്താ സംഭവം വെച്ചാൽ ഒരു എക്സ്ട്രാ കാര്യം പറയേണ്ടി വന്നു, അതുകൊണ്ടാണ്. പിന്നെ മസ്റൂറ ഫാത്തിമ അതായത് നെജിലാനെ കുറിച്ചുള്ളൊരു മോശപ്പെട്ട അഭിപ്രായമാണ് പറയുന്നത്. മോശപ്പെട്ടതെന്ന് ഞാൻ പറയില്ല. കാരണം അവർ ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു, അതുപോലെ അതിലുണ്ടായ മക്കളാണ് 2 അവരെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെയാണ് കമൻറ്റ്. അങ്ങനെയാണെങ്കിൽ അതിലിപ്പോൾ എന്താണ് തെറ്റുള്ളത്? സ്വാഭാവികമല്ലേ, അവരവരെ ജീവിത കഥകൾ പറഞ്ഞു വരുന്നല്ലേ ഉള്ളൂ.
അപ്പോൾ അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത് വലിയ ഇഷ്യൂ ആക്കിയിട്ട് എടുത്തിട്ട് ഇനി അത് സത്യമാണോ നുണയാണോ അതൊന്നും അറിയില്ല. പക്ഷേ സത്യമാണെങ്കിൽ നിങ്ങൾ തെളിയിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് നെജിലാക്ക് വിളിച്ച് കാര്യങ്ങൾ അവരോട് ചോദിക്കുക. ഇത് ഫുൾ അറിയാതെ ഒരിക്കലും ഒരു മനുഷ്യനെ കുറിച്ച് തരം താഴ്ത്തി സംസാരിച്ച് അവരെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരെ മുന്നിൽ നാറ്റിച്ചിട്ട് എന്ത് ലാഭമാണ് നമുക്ക് കിട്ടാൻ പോണത്? അപ്പോൾ സത്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ടാൽ മതി കേട്ടോ. അല്ലാതെ വെറുതെ ഒരു പെണ്ണിനെക്കുറിച്ച് മോശമായിട്ട് പറയരുത്. അത് ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അതൊരു മോശം കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊരിക്കലും ഒരു മോശമുള്ള കാര്യമല്ല. ഇതൊക്കെ ലോകത്ത് നടക്കാത്ത കാര്യമല്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ കുടുംബത്തിലും നടക്കുന്ന സംഭവമാണ്. അവരവരെ ജീവിതകഥകൾ പറഞ്ഞു വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കയറി നുഴഞ്ഞ് കയറി നമ്മൾ നെഗറ്റീവ് കമൻറ്റ് പറയാതിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് പോസിറ്റീവ് കമൻറ്റ് ആക്കണം കേട്ടോ. എന്ത് നെഗറ്റീവ് കമൻറ്റ് താങ്ങാനുള്ള ആരോഗ്യമില്ലാഞ്ഞിട്ടാണ് കേട്ടോ.